എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വരുന്ന 30 ഡേയ്സിലെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് പൈൽ നമ്പർ 1 ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, ഈ ഒരു നിറമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2 ആൻഡ് ലാസ്റ്റ് ഇതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി പൈൽ നമ്പർ 1 ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അടുത്ത 30 ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജി, മൂൺ കാർഡ്, ഡെവിൾ, 6 ഓഫ് ഫോൺസ് ആൻഡ് ലാസ്റ്റ് വന്നിട്ട് 5 ഓഫ് ഫോൺസ് എനർജി. മെയിൻ തീം വന്നിട്ട് നൈറ്റ് ഓഫ് സോട്സ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തിയ ഒരു കാര്യത്തിന് അറുതി വരികയാണ് എന്നുള്ളതാണ്. നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങൾ അത് ശരിക്കും നെഗറ്റീവ് അല്ല, നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അവസരം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ആ അവസരം കാണാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടോ നിങ്ങൾ വളരെയധികം പെസിമിസ്റ്റിക് നെഗറ്റീവായിരുന്നു. തീരെ ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ നിങ്ങളുടെ മുമ്പിലുള്ള വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അവസരത്തെ നിങ്ങൾ നോട്ടീസ് ചെയ്യാതിരിക്കാതെ പോയി. ഇപ്പോൾ നിങ്ങളത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം യു ആർ മോർ ഓപ്പൺ. സാഹചര്യങ്ങൾ, ജീവിതത്തിലേക്ക് വരുന്ന പുതിയ വെളിച്ചം നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ മികവുറ്റതാക്കുകയും അങ്ങനെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇത് നിങ്ങളെ പൊരുത്തിരിക്കും. അതായത് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സമൃദ്ധിയും ഐശ്വര്യത്തിലേക്കുമാണോ അതോ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തിലേക്കാണോ എന്നുള്ളത് നിങ്ങളിപ്പോൾ തീരുമാനിക്കുക. നിങ്ങൾ ആ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള സമൃദ്ധിയിലേക്ക് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് തരുന്ന അല്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് വളരെയധികം ഉത്സാഹഭരിതരായിട്ട് നിങ്ങൾ വളരെ എക്സ്പ്ലോസീവ് ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ. അതായത് മറ്റുള്ളവരൊക്കെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അത്രയും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു സർഗാത്മകമായിട്ടുള്ള കഴിവ്, കലാപരമായിട്ടുള്ള കഴിവുകൾ കാണുന്നവർക്ക് തന്നെ അതിൽ വളരെയധികം നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എൻതൂസിയാസം മറ്റുള്ളവർ കാണുന്നവർക്ക് തന്നെ ഒരു തൃപ്തിയും സന്തോഷവും തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു, നിങ്ങൾ ഫ്രീ സ്പിരിറ്റഡ് ആവുന്നു, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും വരുന്നതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ആക്ഷൻസിലും നിങ്ങളുടെ രീതികളിലും കാണാൻ കഴിയുന്നു. ആ ഒരു കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലും ഒരു ഇൻസ്പിറേഷൻ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയാണ് യുവർ പൊട്ടൻഷ്യൽ ഇസ് ലിമിറ്റ്ലെസ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവുകളും ടാലൻസും ഒക്കെ നിങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ മറിച്ച് നിന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചത് പലതും നിങ്ങളെ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിന് പുറത്ത് കിടക്കുക, നിങ്ങളെ തന്നെ സ്വപ്നം കാണാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളൊരു ക്രിയേറ്റർ ആവുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ഒരു യൂട്യൂബറിലായിരിക്കും ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ സൃഷ്ടിക്കുന്നു. പലതരത്തിലുള്ള കാര്യങ്ങളാവാം ഇത്, ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത കുറവുണ്ട്, മൂൺ എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തത കുറവ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റിവിറ്റിയാണ്. ഇടയ്ക്ക് എവിടേക്കോ വീണ് കിടക്കുന്ന നെഗറ്റിവിറ്റി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആ നെഗറ്റിവിറ്റി കൂടി പുറത്ത് വലിച്ചെറിയുക, അതായത് അതിൻ്റെ ഒരു പൊട്ടും പൊടിയൊക്കെ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ എനർജി സൺ എനർജിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വേണ്ടത്. മൂൺ എനർജി എന്ന് പറയുന്നത് ഡൗട്ട്സ് ആണ്, നിങ്ങൾ സ്വയം വിശ്വസിക്കാതിരിക്കുക, ഉൾഭയം, നമ്മൾ രാത്രി എന്ന് പറയുന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് കാണുന്നൊരു ഭയമാണ്. ആ ഭയമാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്താഗതികളിൽ മാറ്റം വരും, കുറച്ചുകൂടി സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ആ ഒരു ഉറപ്പില്ലായ്മ, ഒരു വ്യക്തതയില്ലായ്മ, ഇതൊക്കെ നിങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതായത് മൂൺ എനർജിയിലുള്ള ഹീലിംഗ് നിങ്ങളെ ഏറ്റെടുക്കണം. ഹീലിംഗ് ഏറ്റെടുത്തിട്ട് അതിൽ പെട്ടുകിടക്കുന്ന ഉൾഭയം, ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് ഡൗട്ട്, ഇതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മൂൺ എനർജിയിലുള്ള പോസിറ്റിവിറ്റി, അതിൻ്റെ ഊഷ്മളത, മൂൺ എനർജി ഹീലിംഗ് ആണ്, അത് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സ്വയം നിങ്ങളോട് തന്നെ പറയാൻ, ഐ ആം സേഫ് ആൻഡ് ഐ ആം റീച്ചിങ് ന്യൂ ലെവൽസ് ഓഫ് unconscious knowing as I surrendered to the will of the universe. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറിച്ച് കളയുന്ന ഒരു എനർജി കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഡെവിൾ എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ എന്തോ ഒരു കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആരോ ഒരു കൂട്ടിൽ അടച്ചു വെച്ചിട്ടുണ്ടാവും. ആ മാനിപ്പുലേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്ന ആരുമാകാം. ആ വ്യക്തി ആരാണെന്നൊന്ന് നിങ്ങൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തി എന്ന് പറയുന്ന ഒരു പക്ഷേ പാരൻസ് ആവും, ഹസ്ബൻഡ് വൈഫ് ആവും, കുട്ടികളാവും, ഫ്രണ്ട്സ് ആവും, ടീച്ചേഴ്സ് ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർ നിങ്ങളെ മുമ്പോട്ടേക്ക് പോകാൻ സഹായിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ നിങ്ങളുടെ ഭയത്തിൻ്റെ ചട്ടക്കൂടിൽ പിടിച്ചു നിർത്തുകയാണെന്നുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളത് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരുന്നു. ആ ഒരു ചെയിൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീഡം, ലൈഫിൽ ആദ്യമായിട്ട് ഫ്രീഡം ആസ്വദിക്കുന്ന ആളുകളൊക്കെ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ലൈഫിൽ ഫ്രീഡം ആസ്വദിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഫ്രീഡം ആകാം സൂചിപ്പിക്കുന്നത്. അത് പണം ഒക്കെ കടം ഒക്കെ തീർത്തിട്ടുള്ള ഒരു എനർജി ആവാം. 6 ഓഫ് വൺസ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി, നിങ്ങളെ 4 പേര് അറിയുന്നു എന്നുള്ളത്, നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് അവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഉള്ളൊരു എനർജി ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു എനർജി, അവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ്, ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫൈനലി നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൊരു പബ്ലിക് അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ആവശ്യമില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സക്സസ് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ലോകത്തിൻ്റേത്, അതായത് ഈ ഒരു വേൾഡ് നിങ്ങളുടേതായിട്ടുള്ളൊരു മാജിക്കൽ വേൾഡ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ മാജിക് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സക്സസ് നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കരിയറിൽ വളരെ സക്സസ്ഫുൾ ആകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അച്ചീവ്മെൻറ്റ്സ്, ഈ പറഞ്ഞ പോലെ അവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയം. പിന്നെ 5 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് പുറത്ത് നിർത്തേണ്ടത്, ആരെയാണ് അകത്ത് കയറ്റേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. അകത്തും പുറത്തും എന്നെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് വയ്ക്കുന്നതാവാം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്ത് വയ്ക്കുന്നതുമാവാം. ചില ആളുകളെ നമ്മൾ അനാവശ്യമായിട്ട് വീട്ടിൽ കയറ്റുന്നു. ഇപ്പോൾ ഒരു പണിയില്ലാതെ വെറുതെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പരദൂഷണങ്ങൾ പറയുന്ന തരത്തിലുള്ള ആളുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുക. തിരക്കുകളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നോ പറയാൻ നിങ്ങൾ പഠിക്കുന്നു. ചില ആളുകളെ മനസ്സെന്ന് പുറത്ത്, കാരണം നിങ്ങൾക്ക് അവരെ മനസ്സെന്ന് എന്ത് ചെയ്താൽ പുറത്ത് കളയാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ മനസ്സൊന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാണ്. കാരണം ഇവിടെ ഒരു സ്ട്രോങ് മെസ്സേജ് കാണിക്കുന്നത്, നിങ്ങളുടെ മെയിൻ തീം നൈറ്റ് ഓഫ് സോട്ട്സ് എനർജിയാണ്. സ്ട്രോങ് മെസ്സേജ് ഓഫ് മാനിപ്പുലേഷനാണ്. അപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതുവരെ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന, നിങ്ങളെ മുന്നേറാൻ സഹായിക്കാതിരുന്നിട്ടുള്ളത് ഒക്കെ ആയിട്ടുള്ള നിങ്ങൾ
പല തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിരുന്ന മാനസികമായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യലി പുറകോട്ടേക്ക് വലിക്കുന്ന നിങ്ങളുടെ കരിയർ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ അകലുകയാണ്. അത് അകലുമ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. ഓക്കെ, ഇനി പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2 നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന 30 ദിവസത്തിൽ വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നെക്സ്റ്റ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് എനർജി, 9 ഓഫ് കപ്സ് എനർജി, പേജ് ഓഫ് പെൻഡക്കിൾസ്, ടെമ്പറൻസ്, വേൾഡ് കാർഡ്, കിങ് ഓഫ് സോർഡ്സ് ആൻഡ് മെയിൻ തീം വന്നിട്ടുള്ള 2 ഓഫ് കപ്സ് എനർജി. ബ്യൂട്ടിഫുൾ എനർജി, വണ്ടർഫുൾ എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ആദ്യം തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും എന്താ പറയുക ഓവർഫ്ലോയിങ് അബണ്ടൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുകയാണെന്ന് പറയാം. കാരണം ജോലി ഇല്ലാതിരുന്ന ആളുകൾ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ജോലി ലഭിക്കുന്നു. അതേപോലെ തന്നെ ജീവിതത്തിൽ പുറകിൽ നിൽക്കുന്ന ആളുകൾ ലൈഫിൽ മുന്നോട്ടേക്ക് വരുന്നു. പിന്നെ ലൈഫ് പേർപ്പസ് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഹീൽ ചെയ്യാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു കംഫർട്ട് സോണിലേക്ക് വരുന്നു. കാരണം സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു മെറ്റീരിയൽ വെൽത്ത് ആൻഡ് അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു സെൽഫ് മെയ്ഡ് പേഴ്സൺ, ഒരു സെൽഫ് മെയ്ഡ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് റിമൈൻഡ്സ് യു ദാറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അബണ്ടൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണോ അതുള്ളത്. അത് നിങ്ങൾ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്താൽ ലൈഫിൽ, അതായത് ബാഹ്യമായിട്ട് എക്സ്റ്റേണലി, ഇപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് അതൊരു എക്സ്റ്റേണൽ രീതിയിലുള്ള അബണ്ടൻസ് ആണത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കുന്നു. ഈ ഒരു രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഹീൽ ചെയ്യാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇൻ ജനറൽ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് കപ്സ് എനർജിയാണ്. ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയമാണ്. പോസിറ്റീവ് എനർജി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് എനർജി. വിഷ് കം ട്രൂ കാർഡാണ്. അതായത് നിങ്ങൾ ഒത്തിരി വളരെയധികം ആ ഒരു പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്ന സമയമാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്നു. ആഗ്രഹ സബലീകരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആകാം. ഈ ഒരു എനർജി പർട്ടിക്കുലർ ഈ ഒരു കാർഡ് സംബന്ധിച്ച് പ്രഗ്നൻസി ആവാം. ജീവിതത്തിൽ ഫാമിലി ആണ് ഏറ്റവും വലുത്. അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു തൃപ്തിയും ആ ഒരു സന്തോഷവും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത് അത് നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ എന്താ പറയുക, ഒത്തിരി നാളായിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എന്തൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ളൊരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ഇല്ലാതെ പോയതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓവർ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം സിറ്റുവേഷൻ. അപ്പോൾ ഓവർ അനലൈസ് ചെയ്താൽ എന്താണ് പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കും, കാര്യങ്ങൾ തുടങ്ങാൻ വൈകും.
അപ്പോൾ അങ്ങനെയല്ലാതെ നിങ്ങൾ ഇനി ആലോചന നിർത്തുക, നിങ്ങൾക്കറിയാം ഇതാണ് വേണ്ടത് എന്ന് എങ്കിൽ നിങ്ങൾ ആലോചന നിർത്തിയിട്ട് ആ കാര്യത്തിലേക്ക്, ആ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ നല്ലൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ്. ഈ വളരെയധികം എന്താണ് പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ എനർജിയിൽ ഒത്തിരി പോസിറ്റിവിറ്റി കാണിക്കുന്നു. ഇപ്പോൾ പ്രായമായിട്ടുള്ള മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ മക്കൾക്കൊക്കെ ജോലി കിട്ടുന്നതിൻ്റെ ഒരു തൃപ്തിയായിരിക്കും. കാരണം ഫാമിലിയിൽ മറ്റുള്ളവരിലും, അതായത് ഫിനാൻഷ്യൽ അബണ്ടൻസ് മെയിൻലി സ്ട്രോങ് മെറ്റീരിയൽ അബണ്ടൻസ് ആണ്. അപ്പോൾ അത് നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കും കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മക്കളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള സഹോദരങ്ങളോ മറ്റാരെങ്കിലും ആയിരിക്കും. ഒരു ഫാമിലിയിൽ നിങ്ങൾക്കല്ലാതെ മറ്റ് വ്യക്തികൾക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ളൊരു അടിത്തറ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആദ്യത്തെ ജോലി ലഭിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും. ആ ഒരു എനർജി ഉണ്ട്. അപ്പോൾ പിന്നെ പഠിക്കുന്ന കുട്ടികളുള്ളവരാണ് എങ്കിൽ ഒത്തിരി നല്ലൊരു എന്തെങ്കിലും അച്ചീവ്മെൻ്റ് അവരുടെ ലൈഫിൽ, ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബെസ്റ്റ് ഡാൻസർ, ബെസ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനത്തെ അവാർഡുകൾ, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നതും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചില ആളുകൾ, ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ധീരതയ്ക്കുള്ള അവാർഡ് അതുപോലത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. കുട്ടികളിലോ മറ്റോ ധീരതയ്ക്കുള്ള അവാർഡ് കയ്യിൽ നിന്ന് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ, ഇപ്പോൾ പ്രസിഡൻറ്റിന് കയ്യിൽ നിന്നൊക്കെ അവാർഡ് വാങ്ങിക്കുന്ന പോലെയുള്ള വളരെ ആ ഒരു ഒത്തിരി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാരൻസ് റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു ചടങ്ങുകൾ, കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ സന്തോഷം അടുത്തിടയ്ക്ക് നിങ്ങൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് പോകുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ പൊതുവേ ഫാമിലിയിൽ വലിയൊരു അത്ര ഒരു മനസ്സമാധാനവും സന്തോഷമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ ഫാമിലിയിലൊരു തൃപ്തിയും സന്തോഷവും നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഒക്കെ ജീവിതത്തിൽ നേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഒരുമിച്ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഒരു സന്തോഷം ഈ ഒരു സമയത്ത് നിങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് പോകാൻ പറ്റുന്ന ഇടങ്ങളിൽ, ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഇടങ്ങളിൽ, ഇപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂരെ യാത്രകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഫാമിലി ആയിട്ടിരുന്ന് സമയം ചിലവഴിക്കുന്നത്, റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഫാമിലി, കുടുംബം മാത്രമല്ല, അതിപ്പോൾ ഫ്രണ്ട്സ്, സോഷ്യൽ ലൈഫ് ഭയങ്കര, പുറത്തു പോകുന്നത്, കൂട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോൾ ചില ആളുകൾ പാർട്ടീസ് അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആത്മീയ കാര്യത്തിലാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക്കും സ്പിരിച്വലും ആയിട്ടുള്ള എല്ലാത്തിലും താല്പര്യമുണ്ട്. വേൾഡ് കാർഡുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ യാത്രയാവാം. യാത്രകളിൽ ഒത്തിരി യാത്രകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ വരുന്ന 30 ഡേയ്സിൽ നിങ്ങൾ ജീവിതത്തിൽ അടുത്തിടയ്ക്ക് ഒരു വർഷത്തിൽ യാത്ര ചെയ്തത്തോളം ഈ ഒരു 30 ഡേയ്സിൽ യാത്ര ചെയ്യാനുള്ള അവസരം വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് വിദേശത്ത് ഇതുവരെ പോകാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു എനർജി ആവാം. റിട്ടയർമെൻറ്റ് ഫേസിൽ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മക്കൾ മക്കൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. അതേപോലെ തന്നെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നേടാതെ പോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഫൈനലി നേടിയെടുക്കുകയാണ്. കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഒത്തിരി അധികം പഠന കാര്യത്തിൽ ഒത്തിരി ആകാംക്ഷ അല്ലെങ്കിൽ ഒത്തിരി താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠന കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു തൃപ്തി ഉണ്ടാവാം. പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഫോക്കസൊക്കെ മാറിപ്പോൾ, ഇപ്പോൾ കുട്ടികൾക്കൊന്നും ശ്രദ്ധയൊന്നും ഇല്ലാതിരിക്കുന്നവർ
കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പഠനത്തിൽ. ഇപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളാവാം, പ്രായമായിട്ടുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടാൻ ശ്രമിക്കുന്നവരാവാം, അല്ലെങ്കിൽ IAS അതുപോലുള്ള ഇതിൽ കൂടുതൽ വളരെ ഉയർന്ന പൊസിഷനിലേക്കുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ദിശയിലേക്ക് സാധ്യത കൂടുതലായിരിക്കാം എന്നുള്ളത്. മെയിൻ തീം വന്നിട്ടുള്ളത് 2 of Cups എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പൊതുവെ സന്തോഷമായിരിക്കും. ഒത്തിരി ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയമാണ്. ബന്ധങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് നിങ്ങളായിട്ട് കൊടുത്ത് ബന്ധങ്ങളിൽ സൗഹൃദങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. പ്രണയം അതുപോലെ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, വിദ്യാഭ്യാസ എഡ്യൂക്കേഷനിലായിക്കൊള്ളട്ടെ, അതിലുമൊക്കെ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല ഗുഡ് ന്യൂസ്, നല്ല നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് പൈൽ നമ്പർ 3ലേക്ക് കിടക്കാം. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം തന്നെ 7 of Cups എനർജി, എംപ്രസ് എനർജി, Sun card, 2 of Wands, Page of Wands, 9 of Wands, and 10 of Cups. നെക്സ്റ്റ് വന്നിട്ട് 7 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ പോകുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന രീതിയിലല്ല നിങ്ങളിപ്പോൾ ഒരു വരുന്ന സമയത്തിലേക്ക് ചിന്തിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ചിന്താഗതികൾ മാറുന്നുണ്ട്, നിങ്ങളുടെ ആശയങ്ങൾ മാറുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് മാറുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളിൽ വരുന്നുണ്ട്, ഒത്തിരി അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ വരുന്നത് ഈ ഒരു സമയത്ത് നല്ല കാര്യമാണ്. പക്ഷെ സാധാരണഗതിയിൽ നിങ്ങളെ തേടി വരുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളതിനെ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളതിനെ നോക്കിക്കാണുന്ന രീതിയിലല്ല ഇപ്പോൾ നിങ്ങൾ നോക്കിക്കാണുന്നത്. നേരത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബ്ലോക്കായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ വളരെ എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാതയിലാണ്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരിയായിട്ടുള്ള പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള തീരുമാനം എടുക്കില്ല. വ്യക്തതയോട് കൂടിയിട്ടാണ് തീരുമാനം എടുക്കുക എന്നുള്ളൊരു വിശ്വാസവും ദൃഢതയും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം എന്താണ് വേണ്ടത്. നേരത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ ഒരു ഉൾഭയം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്വയം ഒരു ധാരണയുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ലൈഫ് മുമ്പോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നത് എംപ്രൻസ് എനർജിയാണ്. എംപ്രസ് എനർജി ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ച പ്രഗ്നൻസി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫെർട്ടിലിറ്റിയാണ്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു. ഇമോഷണലി വളരെയധികം സന്തുഷ്ടരായിരിക്കും. സെൽഫ് കെയർ എടുക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഹീലിംഗ് ആൻഡ് ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ വലിയൊരു അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫ് പേർപ്പസ് എന്താണ് നിങ്ങളുടെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് നിങ്ങൾ ഒരു പവർഫുൾ ലീഡറായിട്ട് മാറുന്ന ഒരു എനർജി. ഇതൊരു ഫെമിനൈൻ എനർജിയാണ്. അതായത് പ്രഗ്നൻസിയും നിങ്ങളുടെ സെൽഫ് കെയർ എനർജി, അതായത് കെയറും കാര്യങ്ങളൊക്കെ എടുത്ത് ചുറ്റുമുള്ളവരെ നോക്കുന്നതും മറ്റുമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു സ്ട്രോങ് എനർജി. അപ്പോൾ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ, ഇപ്പോൾ കരിയറിലാണെങ്കിൽ വളരെ വലിയൊരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു.
നിങ്ങളുടെ പവർ വളരെ ഒരു സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ നിങ്ങളുടെ എന്താ പറയുക, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ്. ഒരു ഹാപ്പി എൻഡിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട് പലരെ സംബന്ധിച്ചിടത്തോളം. അതൊരു പോസിറ്റിവിറ്റിയാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് സൺ കാർഡാണ്. അപ്പം പൊതുവിൽ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ആത്മവിശ്വാസം ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒത്തിരി തൃപ്തി ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ തരത്തിലുള്ളൊരു സന്തോഷവും തൃപ്തിയും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യു റേഡിയേറ്റിംഗ് ബ്രൈറ്റ്ലി, കാരണം ഈ ഒരു സൺ കാർഡാണ്, ലിവ് ഇറ്റ് അപ്പ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ്, ഒരു ഹോൾ പെർഫെക്റ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞൊരു മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ ഒത്തിരി തൃപ്തരാണ്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അതിന് വേണ്ടുന്ന പരിശ്രമങ്ങളും നിങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഓൺട്രപ്രനോറിയൽ എനർജി, അതായത് നിങ്ങളൊരു നാച്ചുറൽ ബോൺ ലീഡറാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ കാണുന്നുണ്ട്. നിങ്ങളൊരു പ്രത്യേക വിഷൻ മുന്നോട്ടേക്ക്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ വരുന്ന 30 ദിവസവും എന്നുള്ളതല്ല, ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള, ഈ വരുന്ന 30 ദിവസത്തിൽ ഈ വരുന്ന ഒരു വർഷത്തേക്കുള്ള ഒരു വിഷൻ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങളുടെ വിഷൻ എന്താണ് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷകൾ ഉണ്ട്, ഹോപ്സ്, പക്ഷേ നിങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയാണ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്ത് എവിടെ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം ജീവിതം ഏത് രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ ലൈഫ് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ പോസിറ്റീവാണ്. യു ഫീൽ ഗുഡ് അബൌട്ട് യുവർ സെൽഫ്, യു ഫീൽ ഗുഡ്. നിങ്ങളുടെ ചുറ്റും നടക്കാൻ പോകുന്നത്, ഇനിയും സംഭവിക്കാൻ പോകുന്നത് നല്ലത് തന്നെയാണ് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. യു ഹാവ് ദ എബിലിറ്റി ടു മാനിഫെസ്റ്റ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തും നേടാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് 2 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് 2 ഓഫ് ഫോൺസ് എനർജി പ്രതീക്ഷിച്ചത് എന്തോ അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണാം ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആക്ഷൻ എടുക്കാതിരുന്ന കാര്യങ്ങൾക്കൊക്കെ ആക്ഷൻ എടുക്കുകയാണ്. നൗ യു ആർ വോക്കിംഗ് ദ ടോക്ക് നമ്മൾ പറയുമല്ലോ, അതേപോലത്തെ ഒരു എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. നിങ്ങൾ കണ്ട സ്വപ്നം അത് നിങ്ങൾ എൻവിഷൻ ചെയ്യുകയും അത് ജീവിക്കാൻ തുടങ്ങുകയാണ്. കാരണം വെറുതെ ഒരു സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുകയും അതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന എനർജിയാണ്. വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്ന മാത്രം ഒരു എനർജിയല്ല, ഫയർ എനർജിയാണ്. അപ്പോൾ അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് മാത്രമല്ല, ആക്ഷൻ എടുക്കുകയും ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. പേജ് ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും കാര്യങ്ങളും മാത്രമല്ല, ഫാമിലിയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ. ഫാമിലി കൂടെ നിൽക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുന്ന പോലെ തന്നെ ഫാമിലിയിലും മറ്റു മെമ്പേഴ്സിൻ്റെ ലൈഫിലും തൃപ്തികരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഗുഡ് ന്യൂസ് മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെക്കുറിച്ചോ ഒക്കെ ഗുഡ് ന്യൂസ് അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ മൊത്തത്തിൽ ഒരു തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ളൊരു വ്യക്തി, ചിലപ്പോൾ ഫ്രണ്ട്സ്, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരുടെയെങ്കിലും ഡിവോഴ്സ് നടന്നിട്ടുള്ളവരും അവരുടെ വിവാഹം വീണ്ടും സെക്കൻഡ് മാരേജിലേക്ക് പോകാനുള്ള ഒരു കാര്യവും ഒക്കെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു എനർജി, ഒരു സെക്കൻഡ് ചാൻസ് വരുന്നുണ്ട്. ആ ഒരു എനർജിയും അതേപോലെ 9 ഓഫ് ഫോൺസ് എനർജിയാണ്. ഫൈനലി യു ആർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. കാരണം ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു ധൈര്യം, ഈ ഒരു എനർജി ഫാമിലിയിൽ നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടും അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ഒരു പക്ഷേ കരിയർ റിലേറ്റഡ് ആയിരിക്കും. നിങ്ങളുടെ കരിയറിൽ
ആ ഒരു എനർജി നിങ്ങളുടെ വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഡിറ്റർമിനേഷൻ, ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ള, പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഓപ്പൺ അപ്പ് ചെയ്യാണ്, ട്രസ്റ്റ് ചെയ്യാണ് നിങ്ങൾ. പഴയ കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കാതെ നിങ്ങൾ യു ആർ നോട്ട് ഗിവിങ് അപ്പ് യുവർ ലൈഫിൽ പിന്നെയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളൊരു സെക്യൂർ ഫീലിങ്ങിലേക്ക്, കാരണം നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്വയം സംസാരിച്ച് തുടങ്ങി, ആ ഒരു എനർജിയാണ്. പിന്നെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ 10 ഓഫ് കപ്സ് എനർജിയാണ്. തീർച്ചയായിട്ടും സംതൃപ്തിയും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ ഉള്ളൊരു നല്ലൊരു ജീവിതം, കുടുംബജീവിതമാണെങ്കിലും അതേപോലെ കരിയറിലാണെങ്കിലും ഒരു തൃപ്തിയാണ്, ഒരു കമ്മ്യൂണിറ്റി എനർജിയാണ് നിങ്ങളിൽ കാണിക്കുന്നത്. അതായത് നിങ്ങൾ ഫാമിലി അല്ലാതെ നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ സൗഹൃദങ്ങളും, അത് വർക്കിലുള്ളതാണെങ്കിലും അല്ലാത്ത ഒരു ബിഗ് ഫാമിലി എനർജിയാണ്. അപ്പോൾ ചുറ്റും എല്ലാവരോടും ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.